ഷിരൂരിൽ നിരാശ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായുള്ള അർജുനായുള്ള രക്ഷാദൌത്യം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ നടത്തിയ പരിശോധനയിൽ ചെളിയും മണ്ണും പാറയും മാത്രമാണ് കാണാനായത്. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞ ശേഷം ദൌത്യം പുനരാരംഭിക്കാനും അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. തൃശൂരിൽ നിന്ന് ഡ്രെഡ്ജിംഗ് മെഷീൻ എത്തിക്കുമെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണസൈൽ പറഞ്ഞു. No, they will make the watch. SDRF will make the watch because some floating and all this thing. If the river is cleared, within 3 hours, our Ishwar Malpe has told, just give me a call, I will be here. And for that, he has told, I don't want anything if the river is clean. With his torch only, he can do that work. രക്ഷാദൌത്യം നിർത്തരുത് എന്ന അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടെന്ന് M. വിജിൻ MLA. നമ്മൾ ആ മീറ്റിങ്ങിനകത്ത് നമ്മളുടെ എന്താണ് ആവശ്യം, നമ്മുടെ കൺസേൺ എന്താണ്, സ്റ്റോപ്പ് ചെയ്യരുത്, നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കാര്യങ്ങളെ കൊണ്ടുപോകണം എന്നുള്ളത് ശക്തമായി തന്നെ പറഞ്ഞു. പാൻറ്റൂൺ ഉൾപ്പെടെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടു. അത് ഞാൻ മീറ്റിങ്ങിനിടയിൽ മന്ത്രിയോട് തന്നെ പറയുകയുണ്ടായി. അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും ആ ആവശ്യം തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് അവരോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്റ്റേറ്റിൻ്റെ തീരുമാനത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ശക്തമായി കടന്നു കയറുക എന്നുള്ളതല്ല, അവരോട് ആവശ്യം ഉന്നയിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നത്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തിരച്ചിൽ തുടരണമെന്നും പെട്ടെന്ന് തിരച്ചിൽ നിർത്തുന്നത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാരാണെങ്കിലും അവിടുത്തെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ 2 പേരെയും കൂടി കണ്ടു കിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു കിട്ടുന്നവരെ ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കുന്നത്. അരുൺ പാറയ്ക്കലുണ്ട് ഇപ്പോൾ ഷിരൂരിൽ നിന്ന് തത്സമയം വിവരങ്ങളുമായി. അരുൺ, ഒടുവിൽ ഈ ഉന്നതതല യോഗത്തിന്റെ തീരുമാനമാണല്ലോ വന്നത്. ദൗത്യം തുടരും എന്നവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ എപ്പോൾ, എന്ന്, എങ്ങനെയെന്നറിയേണ്ടതുണ്ട്. ഈ തൃശ്ശൂരിൽ നിന്ന് എത്തിക്കുന്ന ആ ഡ്രെഡ്ജിംഗ് മെഷീന്റെ കാര്യമാണല്ലോ ഒടുവിൽ MLA അടക്കം, കാർവാർ MLA അടക്കം സൂചിപ്പിക്കുന്നത്. അരുൺ, ഉന്മേഷ്, ഇന്ന് വൈകിട്ട് 6 മണിയോടുകൂടി അവലോകന യോഗം നടന്നു. ഈ ജില്ലയുടെ ഉത്തര കന്നഡ ജില്ലയുടെ ചുമതലയുള്ള കർണാടക ഫിഷറീസ് മന്ത്രി മംഗൾ പാണ്ഡ്യ, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, കേരളത്തിൽ നിന്നുള്ള M. വിജിൻ, R. രാജഗോപാൽ MLA, AKM അഷറഫ് MLA, ഒപ്പം ഈ കാർവാർ MLA തുടങ്ങിയ ആളുകളും അതുപോലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗമായിരുന്നു നടന്നത്. അതിനുശേഷമാണ് ദൗത്യം തുടരും, പക്ഷേ ഈ 2 ദിവസം ഈ ഡ്രഡ്ജിംഗ് മെഷീൻ, അതായത് ഈ തൃശ്ശൂരിൽ നിന്നെത്തിക്കുന്ന മിഷന് വേണ്ടി കാത്തിരിക്കണം. അതുവരെ താൽക്കാലികമായി ഈ ദൗത്യം അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം, ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നും ഡൈവിംഗ് നടത്തി. പക്ഷേ ഈ ഡൈവിങ്ങിലും കാര്യമായതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പ്രതീക്ഷ നൽകുന്ന, ആശയ്ക്ക് വക നൽകുന്ന കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ പുഴയ്ക്കടിയിൽ, നദിക്കടിയിൽ ഇപ്പോഴും ചെളിയും പാറയും മാത്രമാണ്. അത് ഈ തെരച്ചിലിനെ പ്രതിരോധത്തിലാക്കുന്നു. ഒപ്പം അടിയൊഴുക്കും രൂക്ഷമാവുകയാണ്. അതുകൊണ്ട് യാതൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇനിയും ഈ നദിക്കടിയിലെ, ഈ ഒരു വെള്ളത്തിനടിയിലെ മണ്ണ് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിനടിയിൽ ലോറിയുണ്ടോ എന്ന് കൃത്യമായി നമുക്ക് ഒരു കൃത്യത കൈവരാനാവൂ. അതിനാൽ 2 ദിവസം ഈ യന്ത്രത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നാണ് ഇപ്പോൾ കർണാടക സർക്കാരും ഈ ഉത്തര കന്നഡ MLAയും ഒക്കെ, ഈ സ്ഥലത്തെ കാർവാർ MLAയും ഒക്കെ പറയുന്നത്. എന്തായാലും ഈ കേരളത്തിൻ്റെ ഒരു നിലപാട്, ഈ രക്ഷാദൗത്യം നിർത്തിവെക്കരുത്, അത്യാധുനിക സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്കണം, ഈ പ്രതികൂല കാലാവസ്ഥയെ തരണം ചെയ്യണം. ഒപ്പം ഈ ഡ്രഡ്ജിംഗ് മെഷീൻ, തൃശ്ശൂരിൽ നിന്ന് എത്തിക്കുന്ന ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആ നടപടിക്രമങ്ങളൊക്കെ തന്നെ വേഗത്തിലാക്കണം. ഈ മെഷീൻ എത്തിക്കാൻ 2 ദിവസമൊന്നും ആവശ്യമില്ല. അതിനെ കേരളം
സർവ്വസജ്ജമാണ്. എത്രയും പെട്ടെന്ന് 24 മണിക്കൂറിനകം ആ മെഷീൻ എത്തിക്കുമെന്നാണ് കേരളം ഉറപ്പു നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കർണാടക സർക്കാരും ഈ ജില്ലാ ഭരണകൂടവും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഈ മിഷൻ ഇവിടെ പ്രവർത്തിക്കാനാകുമോ, ഈ നദിയിൽ, ഗംഗാവലി നദിയിൽ പ്രവർത്തിക്കാനാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു ടെക്നീഷ്യൻ വേണം. ആ ടെക്നീഷ്യൻ ഇവിടേക്ക് എത്തിയതിനു ശേഷം മാത്രമാണ് ഈ യന്ത്രം എത്തിയിട്ട് കാര്യമുള്ളൂ എന്ന് പറയുന്നുണ്ട്. കേരളം ടെക്നീഷ്യനെയും ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക്, ശിരൂരിലെ ഈ അപകട സ്ഥലത്തേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഈ രക്ഷാദൗത്യം തുടരാൻ തന്നെയാണ് സാധ്യത. പക്ഷേ താൽക്കാലികമായി 2 ദിവസത്തേക്ക് ഒരു വിരാമം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ അർജുൻ്റെ കുടുംബവും ഇത് അംഗീകരിക്കുന്നില്ല. അർജുൻ്റെ ഒരു ഷർട്ടിൻ്റെ കഷ്ണമെങ്കിലും തങ്ങൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ അർജുനെ രക്ഷപ്പെടുത്തണം എന്നൊരു ആവശ്യം കുടുംബം ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്രത്തോളം പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാദൗത്യം പിൻവലിക്കാൻ, അവർക്ക് രക്ഷാദൗത്യം അവസാനിപ്പിക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല. കേരളത്തിൽ ആർക്കും തന്നെ താല്പര്യമില്ല. അത് കൃത്യമായി തന്നെ കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. കർണാടക സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രഡ്ജിംഗ് മിഷൻ വരുന്നത് വരെ ഈ കാത്തിരിക്കുക എന്നൊരു ആവശ്യമാണിപ്പോൾ, ഒരു നിലപാടാണിപ്പോൾ ഈ കർണാടക സർക്കാർ സ്വീകരിക്കുന്നത്. ഉന്മേഷ്. ശരി, അരുൺ പാറക്കലാണ് ഇപ്പോൾ ശിരൂരിൽ നിന്ന് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ശിരൂരിൽ തെരച്ചിൽ അത് താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി തൃശ്ശൂരിൽ നിന്ന് ഒരു മെഷീൻ എത്തിക്കേണ്ടതുണ്ട്. അത് എത്തിച്ചതിന് ശേഷം തിരച്ചിൽ എന്നുള്ളതാണ് ഇന്ന് ഉന്നതതല യോഗത്തിൽ എടുത്ത തീരുമാനം.